ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വിശേഷം? അപ്പോൾ നമ്മളിന്ന് ചൊവ്വാഴ്ച നൈറ്റിൽ ഞങ്ങൾ എന്താ പറയുക മക്രോണി ഉണ്ടാക്കി കേട്ടോ. ആ വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടാണ് ഡേ ഇൻ ലൈഫ് ചെയ്യണത്. അപ്പം മസാലയൊക്കെ വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മോന് കരയായിരുന്നു, അപ്പോൾ അതെടുത്തില്ല. പിന്നെ എന്താ പറയുക, അപ്പോൾ ചിക്കൻ മക്രോണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ചതച്ചിട്ട് മസാലയിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണിക്കുള്ള മസാല പോലെ മസാലയൊക്കെ ഉണ്ടാക്കും. അതിന് എക്സ്ട്രാ വെച്ചാൽ മാഗി ക്യൂബ് ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കൽ ഞാൻ. അപ്പോൾ ഓരോരുത്തർ ഓരോ സൈസിലായിരിക്കും. എൻ്റെ മക്രോണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, വെറുതെ പറയല്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതാ മക്രോണി ഇതാ വേവിച്ചിട്ട് ഊറ്റി വെക്കുകയാണ്. മസാല ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ മക്രോണി വേവിക്കൽ. എന്നിട്ട് പിന്നെ ആ വെള്ളം ഊറ്റിയപാട് ആ ചൂടോടെ അതിൻ്റെ അകത്ത് ഇടാറോ. ചൂടാറി കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഒട്ടിപ്പിടിച്ചു പോകും. കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്രോണി. പൗട്ടാ പഠിച്ചോ? ഇനി രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ചൂടിലൊന്ന് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. നല്ല ചൂടുള്ള മക്രോണിയാണ്, എന്നാലും ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് എന്താ പറയുക ചെറിയൊരു ചൂടിൽ വെക്കും കേട്ടോ. അപ്പോൾ അത് നല്ല സെറ്റാക്കി വെക്കണ്ടേ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മക്രോണി, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ രസമുണ്ടെന്ന് പറയുന്നത്, പക്ഷെ അതല്ല, എൻ്റെ മക്രോണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, പിന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ പിന്നെ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിറ്റേന്ന് മോർണിംഗിൽ നമ്മൾ ഉഴുന്നുദോശയും ഗ്രീൻ പീസ് കറിയാണ് കഴിച്ചത്. ഗ്രീൻ പീസ് നല്ല എന്താ പറയുക മസാലയൊക്കെ ആക്കി അടിപൊളി കറിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഉമ്മച്ചി പിന്നെ തലേന്ന് ദോശക്ക് അരി അരച്ച് വെച്ചിരുന്നു, അപ്പോൾ ഉഴുന്നുദോശ ഉണ്ടാക്കി. മോന് നല്ല ഉറക്കമാണ്, അപ്പോൾ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അലമാറ അലങ്കോലമായി കിടക്കുകയാണ്. ഡെലിവറി കഴിഞ്ഞതിൻ്റെ ശേഷം ഈ സമയം വരെ അലമാറ ഒതുക്കലും പെറുക്കലും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ആഴ്ചയിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പോയിട്ട് എന്താ പറയുക ഒന്ന് ഒതുക്കി പെറുക്കി നന്നാക്കണമല്ലേ. പിന്നെ വെച്ചാൽ മക്കളാണ് മടക്കിയൊക്കെ എടുത്ത് വെക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണുള്ളത്. നമ്മളാകുമ്പോൾ നമ്മൾ കറക്റ്റ് എടുത്ത് വെക്കുമല്ലോ. ഇപ്പം ഞാൻ എന്ത് നോക്കിയാലും കാണൂല കേട്ടോ. എൻ്റെ ഒരു ഡ്രസ്സും എവിടെയാണെന്ന് പോലും എനിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കാൻ വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഒരു സാധനം എടുത്താൽ ആ എടുത്തിട്ട് തന്നെ വെക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ കൈ ഇങ്ങനെ പോകുക, എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അറിയാമല്ലോ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ഉണ്ടെന്ന്. അവിടെ കണ്ടിട്ടില്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതൊക്കെ ഇനി റെഡിയാക്കി വെക്കണം. എന്നാലും നല്ലോണം നന്നാവാൻ ചാൻസ് കുറവാണ്. എന്താ പറയുക, ഒന്നാമത്തെ വെയ്യ, പിന്നെ മോന് എപ്പോഴാണ് എണീക്കുക ഒന്നും അറിയില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാൻ വിചാരിച്ചു. നല്ലോണം ക്ലിയർ ആക്കണമൊന്നുമില്ല. അപ്പോൾ ഒരുവിധം ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം നന്നായിട്ടൊന്നുമില്ല, ഞാൻ എൻ്റെ ഇതിലൊന്നും റെഡി ആയിട്ടില്ല കേട്ടോ. പിന്നെന്താ, മോൻ്റെ ഷൂ ഒക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു. പിന്നെ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഒന്ന് ഉള്ളൊന്നും കഴുകണില്ല. ഷോക്സ് ഇടുന്നതുകൊണ്ടൊന്നും ആയിട്ടൊന്നുമില്ല. പിന്നെ പുറത്ത് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി തുടച്ച് നല്ല വെയിലുള്ള സമയമല്ല, അപ്പോൾ എടുത്ത് വെക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്ക് മീൻകാക്ക വന്നു കേട്ടോ. അത് നമ്മൾ അയില മേടിച്ചെന്ന്. അയില നല്ല രസമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാങ്ങിയപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അയില തന്നെ മേടിച്ചു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ മുറിക്കൽ ഉമ്മച്ചിയാണ്, ഞാൻ മുറിക്കൊന്നുമില്ല. ഉമ്മച്ചി പോണവരെ ഉമ്മച്ചി തന്നെ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം നേരെ കുറേ പരിപാടി ഉണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഇന്ന് ഫ്രണ്ട്സ് വരും എന്ന് പറഞ്ഞിരിക്കണേ. അവർ കുറേ ദിവസമായി വരാൻ നിൽക്കണേ, ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഒരാൾ വരാൻ നോക്കുമ്പോൾ ഒരാൾക്ക് മുടക്കം വരും. അങ്ങനെ മുടങ്ങി എല്ലാവർക്കും ഒരുമിച്ച് വരും വേണം. അപ്പോൾ ഇതാ ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വരുന്ന ഉറപ്പിച്ചായിരുന്നു, അപ്പോൾ ഇന്നലെയും മുടങ്ങി. അപ്പോൾ ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം, ഇതുവരെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് അപ്പുക വരാനായി, ഈ മാസം ലാസ്റ്റ് എന്തായാലും വരും, വന്നിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ മക്കൾക്കൊരു സങ്കടമല്ലേ, പെരുന്നാളായിട്ട് അയറ്റേക്ക് എടുത്തിട്ടൊരു സങ്കടമല്ലേ വിചാരിച്ചിട്ട് പിന്നെ പോവാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ അകത്ത് കുറേ പരിപാടി ഉണ്ട്, അടിക്കലും തുടക്കലും വരലും കുറേ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്പടും ഉറങ്ങിയിട്ടുമില്ല, ചെറുത് ഉറങ്ങിയിട്ടില്ല. പിന്നെ ഉമ്മച്ചി വേഗം ഇതൊക്കെ ആക്കുകയാണ്, നമുക്ക് പോവും വേണ്ടേ, അപ്പോൾ വേഗം ഫുഡൊക്കെ ആക്കുകയാണ്. പിന്നെ ഞാൻ അടിച്ചു വാരി കൊടുക്കും, ഒതുക്കി പെറുക്കി അടിച്ചു വാരി കൊടുക്കും, ഉമ്മച്ചി തുടക്കും. പിന്നെ കുക്കുള്ളപ്പം കുക്ക് എന്ത് കൊടുക്കും. ഇപ്പോൾ സ്കൂൾ തുറന്നുകൊണ്ട് അവരില്ലല്ലോ, മക്കളൊന്നും സ്കൂളിൽ പോയിട്ടില്ല, അവരോടൊന്നും പോകണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ പോകണം. പിന്നെ ഡേറ്റ് ഇല്ലല്ലോ, നമുക്ക് ഡ്രസ്സ് എടുക്കാനുള്ള ഒരു ഡേറ്റ് ഇനി ഇല്ലല്ലോ, ലാസ്റ്റ് ആയിപ്പോയില്ലേ. മോനെയും കൊണ്ട് പോയിട്ട് എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ. കരയോ അല്ലെങ്കിൽ കേൾക്കുമോ ഒന്നും എനിക്കറിയില്ല. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. പിന്നെ എന്താ പറയുക, നെസ്റ്റോയിലൊന്ന് കയറണം, കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ആ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ നല്ല വെയിലൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ, മുറ്റത്ത് നിറച്ച് മാറിയിട്ടിരിക്കണേ. ഇപ്പോൾ അകത്തത്തെ പൂമാലയൊക്കെ പോയിക്കണേ, വെയിലുള്ളതുകൊണ്ട്. വെയിലില്ലാതാവുമ്പോഴാണ് അകത്ത് പൂമാല ഇടുക. പിന്നെ മോനെ തൊട്ടിലിട്ടിട്ട് നല്ലോണം ഒന്ന് ആട്ടിക്കൊടുത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നമുക്ക് വേഗം ചെയ്യാമല്ലോ.
അപ്പോൾ ഉറങ്ങണുണ്ട്, കുഴപ്പമൊന്നുമില്ല. തൊട്ടിൽ ഇപ്പോൾ കുറച്ച് ഉറങ്ങുന്നുണ്ട് കേട്ടോ. കിടക്കയൊക്കെ എടുത്തുമാണ് വേഗം എണീച്ച് വരുന്നത്. അപ്പം പിന്നെ എന്താ നമ്മളും ഐഡിയ പഠിച്ച് വേഗം തൊട്ടിൽ കൊണ്ടുപോയിടും. അങ്ങനെ നമ്മൾ അകത്തത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടാണ്. ഫ്രണ്ട്സ് പറഞ്ഞാൽ ഇവർ എന്താ പറയുക, ചങ്കുകളാണ്. ഇത് എന്താ പറയുക, നമ്മൾ PTA ഒരുമിച്ച് വർക്ക് ചെയ്യാണ് സ്കൂളിൽ. അപ്പം ഞങ്ങൾ എല്ലാ കാര്യത്തിനും ഇങ്ങനെ പോയി എന്താ പറയുക, ഒരു പിരിയാൻ പറ്റാത്തൊരു ബന്ധം ഉണ്ടാവില്ലേ, അതേപോലെ ആയിപ്പോയി. പിന്നെ എനിക്ക് പ്രഗ്നൻസി സമയത്തൊക്കെ എനിക്ക് എന്തൊരു പൂതി എന്ന് പറയുമ്പോൾ ഇവരാണ് എനിക്ക് എത്തിച്ചേരുക കേട്ടോ. ഇപ്പോൾ ബീഫായാലും അതായാലും ഇതായാലും അപ്പായാലും എന്ത് പറഞ്ഞാലും ഇവരാണ് എനിക്ക് വേഗം കൊണ്ടുത്തരുന്ന ആൾക്കാർ. എന്ത് പറഞ്ഞാലും ചക്ക ഇല്ലാത്ത സമയത്ത് വരെ ചക്ക കൊണ്ടുത്തന്ന ആൾക്കാരാട്ടോ. എവിടുന്നോ കിട്ടിയിട്ട് കൊണ്ടുത്തന്നിക്കണം. അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചങ്കാണ് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഒന്ന് ജാസ്മി താത്ത, ഒന്ന് സൈഫു താത്ത, ഒന്ന് അഫ്സത്ത്, ഒന്ന് സെബിൻ താത്ത. സെബിൻ താത്തക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, മിന്നൂസ് വ്ളോഗ്. അപ്പം പറ്റുന്നവരൊക്കെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അവരൊക്കെ പോയി അതിൻ്റെ ശേഷം ഞങ്ങൾ ആ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. കൊണ്ടുവന്ന നേരമല്ല, കൽപ്പറ്റ പോകണം, എന്നാലും അതൊക്കെ ഒന്ന് നോക്കി കണ്ടിട്ടേ പോകുള്ളൂ എന്നുള്ള ഉറപ്പാണ്. രസമല്ലേ അതൊക്കെ കാണാൻ. ചെറിയ മക്കളുടെ ഡ്രസ്സ് പൊതുവേ ഒരു ഭംഗിയാണ്. അത് പെൺകുട്ടികളാണെങ്കിൽ കുറച്ചും കൂടെ ഡ്രസ്സ് ഉണ്ടാവും കേട്ടോ കാണാൻ. അങ്ങനത്തെ നോക്കുകയാണ്, നല്ല രസമുണ്ട് ഡ്രസ്സൊക്കെ. 2 ബാബ സൂട്ടും 2 ട്രൗസറും കുപ്പായാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ അപൂർവമായിട്ട് എന്താ പറയുക, നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് എന്താ പറയുക, മനസ്സിങ്ങനെ അങ്ങനെ ആവണ കുറേ ആൾക്കാരുണ്ട്. അതുപോലത്തെ കുറച്ച് ഫ്രണ്ട്സും നമുക്ക് ഉണ്ടാവുമല്ലോ. അതുപോലത്തെ കുറച്ച് ആൾക്കാരെ ഇവർ മാത്രമല്ല, ഇവരെ കൂടെ 2-3 ആൾക്കാരും കൂടെ ഉണ്ട്. അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സ്നേഹം കേട്ടോ. ഇപ്പം എന്താ ഇപ്പം നിങ്ങളോട് പറയുക, ഒരു പ്രത്യേക സ്നേഹം, അത്രയേ ഉള്ളൂ. ഒരു ഏട്ടത്തി അനിയത്തി ഒരു ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ, അതുപോലെ. കുറേ പരിപാടിയുണ്ട്. ഡ്രസ്സ് എടുക്കാൻ പോകണം, നെക്സ്റ്റ് ഒരു സാധനം മേടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോകണം കേട്ടോ. ഡ്രസ്സ് എടുക്കുന്ന കാര്യം ആലോചിക്കാനേ വയ്യ. ഒന്നാമത്തെ എന്താ പറയുക, നല്ല തിരക്കായി. 2 ദിവസം തലേന്നല്ലേ, നല്ല തിരക്കായിരിക്കും. അതുപോലെ നെസ്റ്റോലാണെങ്കിൽ പിന്നെ സാരമില്ല, എല്ലാം അങ്ങനെ അടുക്കി പെറുക്കി വെച്ചിട്ടല്ലേ, നമുക്ക് വലിച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് എടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിതാ പോവാൻ ഇറങ്ങിയിരിക്കണേ. ഇത് അവിടെയുള്ള എവിടെ അടുക്കളയിലല്ലേ ഷൂള്. ഇന്നലെ രാത്രി നല്ലൊരു പനി വന്നിട്ടോ. പിന്നെ ജലദോഷം കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് നൈറ്റിലൊരു പനി വന്നു. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. പിന്നെ പോയാൽ എന്താവുമെന്നൊന്നും അറിയില്ല. മോൻ ഇടങ്ങാറാക്കുമോ, എൻ്റെ പനി കൂടിയിട്ട് എനിക്ക് പ്രശ്നമാകുമോ ഒന്നും അറിയില്ല കേട്ടോ. എന്തായാലും പോവൽ മസ്റ്റാണ്. മക്കൾസിന് എന്തായാലും എടുക്കണ്ടേ. പിന്നെ ഉമ്മച്ചി ഉള്ളതല്ലേ, ഉമ്മച്ചിക്കും എടുത്തു കൊടുക്കണം. പിന്നെ കൽപ്പറ്റ എത്തിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വേറെ ചില്ലറ പരിപാടികളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് എന്നിട്ടാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയത്. അത് കഴിഞ്ഞപ്പോൾ മക്കൾസ് പറഞ്ഞു പിന്നെ വിശക്കുന്നു ദാഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങളിതാ പിന്നെ അവിൽ മിൽക്ക് കഴിക്കുകയാണ്. അവിടെ ഒരു ഇതിൽ കയറി അവിൽ മിൽക്കൊക്കെ ഓർഡർ ചെയ്തു. നല്ല അടിച്ച് മിന്നിക്കുണ്ടിട്ട് എല്ലാവരും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ അങ്ങോട്ട് പോയത്. ഞങ്ങൾ യെസ് ഭാരതിലേക്കാണ് പോയത് കേട്ടോ. അവിടെ പോയാലൊരു സമാധാനം ഉണ്ടാവുള്ളൂ, ഒരു തൃപ്തി ആവണമെങ്കിൽ അവിടെ തന്നെ പോകണം കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് നല്ല തലവേദനയൊക്കെ തുടങ്ങി. ആ പനീൻ്റെ ഒരു ക്ഷീണം എനിക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. ഞങ്ങൾ മക്കൾക്കൊക്കെ ഡ്രസ്സ് എടുത്തു. ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഉമ്മച്ചിക്ക് ഇതാ പർദ്ദ എടുക്കുകയാണ്. ഉമ്മച്ചി പർദ്ദ മതി പറഞ്ഞു, സാരി വേണ്ടായിരുന്നു. ഉമ്മച്ചിൻ്റെ ആദ്യത്തെ പർദ്ദ എന്തോ ആയിപ്പോയിക്കണ്. അപ്പോൾ ഉമ്മച്ചി പർദ്ദ മതി പറഞ്ഞപ്പോൾ അതാ പർദ്ദ സെക്ഷനിലാണ്. അങ്ങനെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഒരുപാട് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ നെസ്റ്റോയിൽ പോയി. ആ വീഡിയോസേ എടുത്തിട്ടില്ല കേട്ടോ. നല്ല തലവേദനയാണ്, അപ്പോൾ എനിക്ക് വെയ്യായിരുന്നു, അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. പിന്നെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ മരുവായിട്ടോ പുറലേക്ക് എത്തുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.